പക്ഷേ നമ്മളെ വിളവെടുപ്പാണ്. ബാക്കിയുള്ളവരെല്ലാരും നമ്മൾ ലഹരിയും അതും ഇതൊക്കെ പോകുമ്പോ നമ്മളെ ലഹരി ഇതാണ്. മറ്റവരൊക്കെ ലഹരി അടിച്ചാണ്ടിതാ ഉമ്മാനി പാപ്പാനി കൊല്ല. നമ്മളെ ലഹരി ഇതാണ് നമ്മളെ ലഹരി. പച്ചക്കറി കൃഷി, ഫുട്ബോള് അങ്ങനെയുള്ളതാണ് നമ്മളെ ലഹരി. നമ്മ ഇന്ന് ചെറങ്ങാണ് വിളവെടുക്കണ്ട്, ബാക്കിയുള്ളൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മളെ കേരളത്തിലാണ് ഇപ്പൊ MDMഉം അതുപോലെ പല മയക്കുമരുന്ന് അടിച്ചാണ്ട് ഉമ്മാനി പാപ്പാനി എല്ലാരും കൂട്ടുകുടുംബങ്ങൾ എല്ലാരും കൊല്ലാനുണ്ട്. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മളെ ലഹരി ഇതാണ് പച്ചക്കറി. ഇതാണ് ബിൻഷാ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ, 50 ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ടത്. പക്ഷേ ഇന്ന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയാ അലി, എന്താ പറയാ, ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് വളർത്തുന്നു, ഇപ്പതാ കൃഷി. ഞാൻ ചോദിക്കണം തരോ, കൃഷി എന്തൊക്കെ കൃഷി ഉണ്ട്? കൃഷി ചെരങ്ങുണ്ട്, നമ്മളെ പയറുണ്ട്, പയർ രണ്ടായിട്ടുണ്ട്, വെണ്ട രണ്ടായിട്ടുണ്ട്, പിന്നെ ചീര, മധുരക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. എങ്ങനെ ഇതിനൊക്കെ എങ്ങനെ ചോളം അവിടെ വീട്ടിലാണ്. ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാ? സമയം നമ്മളിങ്ങനെ എല്ലാ ടൈമും ഒപ്പിക്കൂലേ? ഇതിനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം നമ്മള് ടൈം. ആണല്ലേ? ഇതില് ഒരു സന്തോഷം അറിയോ, പിന്നെ കഴിഞ്ഞ വീഡിയോന്റെ ഒരുപാട് പ്രമുഖര് സ്റ്റോറി സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിരുന്നു, ആരൊക്കെ വെച്ചോ? സിത്താരൊക്കെ സ്റ്റോറി ഒരുപാട് പ്രമുഖർ വെച്ചിട്ടുണ്ട്. എന്താ സുഹൃത്തുക്കളെ, ഇവന്റെ കൃഷി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് സൽകീർത്തി പറഞ്ഞ വെണ്ടയാണ്. ഇത് കാർഷിക സർവകലാശാലന്റെ വിത്താണ് ഈ സൽകീർത്തി പറഞ്ഞ. ഇതിന്റെ കളർ ഉണ്ടോ? വെള്ള കളറായി കണ്ടില്ലാണ് ഈ വെണ്ട. പക്ഷെ മറ്റേ വെണ്ടനെ മാറിയില്ല, മറ്റേ ഒരു പച്ച കളറാണ്, ഇതൊരു വെള്ള കളർ പോലുള്ള കളറാണ്. ആണല്ലേ? മാർക്കറ്റിംഗ് എങ്ങനെയാ പറഞ്ഞത്? പച്ചക്കറി പശുവിന്റെ കഴിഞ്ഞ വർഷം പറഞ്ഞു, പാലും പാലുൽപ്പന്നം. ഇതെങ്ങനെയാ? ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ പാൽ കൊടുക്കുന്ന എല്ലാവരും ഗ്രൂപ്പ് ഉണ്ട്, ഫ്രഷ് മിൽക്ക് എന്ന പേര്. അതിൽ ഞങ്ങൾ എന്താട്ടും ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇതിനൊക്കെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞിട്ട് അവിടും. എന്നിട്ട് പച്ചക്കറി ആവശ്യമുള്ളവര് പറയാൻ വരും. അപ്പൊ അവരിങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തായാലും പാൽ കൊടുക്കാൻ പോകുമ്പോ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും ചെയ്യും. പക്ക കറക്റ്റ്. നീ വന്നതിന് ശേഷം മാർക്കറ്റിംഗ് ഉഷാറായത് ആണല്ലേ? പക്ക മാർക്കറ്റിംഗ് നീ വന്നതിന് ശേഷം. ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. കൃഷിനെ പറ്റി കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇതിനെ കുറിച്ച് എങ്ങനെ കൃഷി ചെയ്യണം, നിങ്ങളെ ടെക്നിക്ക് എന്താ, സീക്രട്ട് എന്താണ് വിളവിന്റെ? ആദ്യം ഞങ്ങൾ മണ്ണ് ഒരുക്കും, അതിനുശേഷം കുമ്മായം ഇടും. അത് 10-15 ദിവസം ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും വെക്കണം. അതിനുശേഷം ഞങ്ങൾ അടിവളം കൊടുക്കും. അടിവളം കൊടുത്ത് ഒരു തുണിയിൽ വിത്തൊക്കെ നനച്ചിട്ട് കെട്ടിവെക്കും. ആ 3 ദിവസം കൊണ്ട് മുളക്കും ചെയ്യും, മുള വരും ചെറിയ. എന്നിട്ട് ഞങ്ങൾ കുഴിച്ചിടും. എന്നിട്ട് കുറച്ചൊക്കെ വലുതായതിന് എന്നും രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിക്കണം. കുറച്ച് വലുതായതിനു ശേഷം ചാണകപ്പൊടി അങ്ങനെ കോഴി കാഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഫുള്ള് വളർത്തിയിരിക്കുക. പിന്നെ ഒരു മാസം 15 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളെ ചെരങ്ങൊക്കെ വിളവെടുക്കാനും ടൈം ആവും. എന്ത് കൃഷി നഷ്ടാണെന്ന് ചിലവര് പറയാറുണ്ട്. ഇല്ല, അറിഞ്ഞ് കൃഷി ചെയ്താൽ തരാം, നമുക്ക് ഒരു നഷ്ടമില്ല, ലാഭമാണ്. നമുക്ക് അറിഞ്ഞ് കൃഷി ചെയ്യണം. ഇതിനെ കുറിച്ച് നമുക്ക് ഫുൾ അറിവുണ്ടായാലും നമുക്ക് എന്താ ലാഭം കിട്ടും, ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ല. ഇല്ല, നമ്മള് കാലും ഇതൊന്നും ചളിയാവാതെ കൃഷി നടത്താനൊന്നും നടക്കൂല. എല്ലാവരും വേണം അതിനാണ് നടത്തല്. നമ്മളെ പയർ രണ്ടായിട്ടുണ്ട്, ഒന്ന് അർക്കമംഗള എന്ന് പറഞ്ഞതും ഒന്ന് മീറ്റർ പയർ എന്നാണ് ഇവിടെ പറയല്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മീറ്റർ പയർ. അതൊരു പച്ച കളറാണ്, കുറച്ചൊക്കെ പച്ച കളറാണ് ഈ മീറ്റർ പയർ എന്ന് പറയുന്നത്. പിന്നെ ഈ വെള്ള കളർ ഉള്ളത് ഇത് അർക്കമംഗളം എന്ന് പറയും. അർക്കമംഗളം അതിന്റെ കളർ നല്ല വ്യത്യാസമുണ്ട്. ഇത് മധുരക്കിഴങ്ങ് നമ്മളിവിടെ ഉണ്ടക്കിഴങ്ങ് എന്നാ പറയല്. ഇത് 4 മാസം ആകുമ്പോഴാണ് വിളവെടുക്കല്. ഇതിപ്പോ ഒരു 3 മാസം ആവണുള്ളൂ. ഒരു മാസം കൂടി നമുക്ക് ഇത് വിളവെടുക്കാം. ഡിമാൻഡുള്ള സാധനം എന്ന് പറഞ്ഞാല് പയറ്, ചീര. പ്ലാത്താങ്കര പറഞ്ഞ ചീരണ്ട്, അത് നല്ല ചീരാണ്, ഏറ്റവും നല്ല ചീര പ്ലാത്താങ്കര പറഞ്ഞ ചീര. അത് വെണ്ട, പിന്നെ പയറ് അങ്ങനെയുള്ളതാണ് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. സ്കൂളിൽ എത്ര ഗ്രേഡ് ഒക്കെ എങ്ങനെയുണ്ട്? സ്കൂളില് 2ാം സ്ഥാനാണ് കിട്ടിയത്. സ്കൂളിലോ ക്ലാസ്സിലോ? 2ാം സ്ഥാനം ഉണ്ടോ? നല്ലൊരു കയ്യടി. എല്ലാവരും ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഒന്ന് കാണിച്ചേ. ഈ ആൾക്കാരെ കാണിച്ചു കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുക്കുക. 2ാം സ്ഥാനോ? അപ്പൊ എനിക്ക് ഞാൻ അധ്യാപകൻ എന്നുള്ള ഒരു ഡൗട്ട്. പൊതുവെ ഒരു പണിയില്ലാത്ത കുട്ടികളുണ്ടാവും, ഒരു പണിയില്ലാത്തവർക്ക് ഒരു ശ്രമവും ഉണ്ടാവില്ല, ഭയങ്കര മടിയായിട്ട് കിടക്കാറുണ്ട്. ഇന്ന് എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. വലിയ വീടുണ്ടാവും, വലിയ കാറുണ്ടാവും, എല്ലാ ട്യൂഷനും ഉണ്ടാവും, ഓൺലൈൻ ട്യൂഷനും ഒക്കെ ഉണ്ടാവും. അപ്പൊ പക്ഷെ മാർക്ക് ചിലവർക്ക് കിട്ടാറില്ല. എന്നാ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്. അവരോട് എന്താ പറയാനുള്ളത് ബാമനെ? അവരോടെന്ന് പറഞ്ഞാല് നല്ല പഠിക്കുക, അതേമാതിരി കൃഷി അങ്ങനെ നമ്മൾ പഠിച്ചിങ്ങനെ ചെയ്ത് പഠിക്കണം. നമ്മള് കൃഷി അങ്ങനെ നമുക്ക് ആവശ്യം വരും, എക്സ്പീരിയൻസ് വേണം. വലുതായാലും നമുക്ക് ആവശ്യം ഉണ്ടാവും, ചിലപ്പോ നമുക്ക് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് ഇങ്ങനെ പഠിക്കാം, അതാണ് എനിക്ക് പറയാനുള്ളത്. ആണല്ലേ? അല്ലെ, പഠന സീക്രട്ട് 2ാം സ്ഥാനം കിട്ടിയാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇത്രയോ വലിയ ഉത്തരവാദിത്തമുള്ള ഒരാള് സ്കൂളിൽ 2ാം സ്ഥാനം, ക്ലാസ്സിൽ 2ാം സ്ഥാനം എന്ന് പറയുമ്പോ അത് ഭയങ്കര കയ്യുണ്ടോ? ഇന്നിന്റെ വക ഒരു ക്യാഷ് അവാർഡ് ഉണ്ട്, ഇവന് മൂപ്പര വക ഒരു മെമന്റ് ഉണ്ട്, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിതരണം ചെയ്യും. പിന്നെ വേറെന്താ പറഞ്ഞേ? പേരെന്താ? എളാപ്പാന്റെ മോനെ.
ഇവനൊക്കെ ഒഴിവ് സമയത്ത് കൂടോ? കൂടുവോ ഞാൻ ഇല്ലാതാവുമ്പോഴൊക്കെ. ഇത് എന്താ പറയാ, പിതാവ് എങ്ങനെയാണോ അതിന്റെ മോഡലായിരിക്കും അവരുടെ മക്കള്, ആൺമക്കള് പ്രത്യേകിച്ച്. അപ്പോൾ ഈ പിതാവിന്റെ ഒരു പതിപ്പാണ് ഈ കുട്ടി എന്ന് പറയേണ്ടി വരും. ഇതിന്റെ വല്യമ്മയാണ്, നമുക്ക് എല്ലാ കാര്യത്തിനും വല്യമ്മ സപ്പോർട്ടാണ്. പച്ചക്കറിന്റെയും പശുവിനൊക്കെ നമ്മളെ സഹായിക്കാൻ അമ്മക്ക് ഉണ്ടാവും എന്റെ വല്യമ്മ. അടിപൊളി അടിപൊളി. ഇത് നമ്മളെ കൃഷി സ്ഥലത്ത് ഉണ്ടാക്കിയതാണ്. വ്ളാത്താങ്കരാണെന്നാണ് ഈ ചീരന്റെ പേര്. ഇത് തിരുവനന്തപുരം അവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. വ്ളാത്താങ്കര പറഞ്ഞാണ്ട് ഇതല്ല വിലയുള്ള ചീരാണ്. നമ്മുടെ റിനൈസൻസ് യൂത്ത് മൂവ്മെന്റ് നമ്മുടെ കൂട്ടായ്മയാണ് RYM. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ്. അതിന്റെ ഒരു ചെറിയൊരു ആദരവ് നമ്മൾ ഇവന് നൽകുകയാണ്. ക്ഷീരകർഷക രംഗത്ത് വിസ്മയം തീർത്ത ബിൻഷാദിന്. അപ്പൊ ബിൻഷാദിന്റെ ഈ പ്രയത്നത്തിന് അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണല്ലോ മച്ചോ, വളരെ സന്തോഷമുണ്ട്. നമ്മള് ബിൻഷാദെ ചെറിയൊരു ക്യാഷ് അവാർഡ്